2026 ഫസ്റ്റത്തെ വ്ളോഗ്. ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ് കഴിച്ചത്. 1-ാം തീയതിയാണ്. ഡേയ്സും ഇല്ലാണ്ട് ഞാനൊരു വ്ളോഗ് എടുക്കും. ഇതെങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊന്നും കൂടി എനിക്കറിയില്ല. ഇഷ്ടമല്ല. തിങ് ഈസ് എൻ്റെ ജാക്കറ്റ് ഇരിക്കുന്നത് ഈ ബാഗിൻ്റെ ഉള്ളിലാണ്. കാണണ്ടേ കാണാൻ. ഹലോ ഗായ്സ്, കുറെ ലഗേജ് ഉണ്ട്. ഞാൻ ട്രെയിൻ കയറി. I'm sad. I'm sad. ഇതൊരു ഷോർട്ട് വ്ലോഗ് ആയിരിക്കും, കാരണം എൻ്റെ കയ്യിൽ സ്പേസ് ഇല്ല. അപ്പം ഇവിടെ കഴിഞ്ഞോട്ടത്തെ പോലത്തെ അതേപോലത്തെ ഒരു കർട്ടനാണ്. ഗസ് വാട്ട് ഇറ്റ് വാസ്. താഴത്തേക്കിടാം. It works. And ഈ ലൈറ്റ് വർക്കാവുന്നില്ല, പക്ഷെ ഇത് ചാർജ് ചെയ്യുന്ന ഈ സാധനം വർക്കാവുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ. പിന്നെ ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. തലോണ ഞാൻ തന്നെ എടുത്ത്. അതത്രേ ഉള്ളൂ. ഞാൻ പിന്നെ വരാം. ഞാൻ ബെഡ് ഒരുക്കിയത് കാണിച്ചു തന്നില്ലല്ലോ. എനിക്ക് മടിയായതുകൊണ്ട് നമ്മൾ വേണ്ട ഇവിടെയൊക്കെ സെറ്റ്. നമ്മൾ ബാക്കിൽ ബാക്കിയുള്ളതായത് അടിയിൽ കാണാം. അടിയിൽ വെച്ചു. ഞാൻ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നാളെ രാവിലെ എണീറ്റിട്ട് എങ്ങനെയാണ് എൻ്റെ ബെഡ് ഒരുക്കിയെന്ന് കാണിച്ചു തരാം. കേട്ടോ, അപ്പം കഴിഞ്ഞ വട്ടത്തെ പോലെ നമുക്ക് ലൈറ്റ് അടിച്ചിട്ട് പേടിച്ചിട്ട് കിടന്നുറങ്ങണ്ട. പേടിക്കാതെ കിടന്നു എടുക്കട്ടെ കേട്ടോ. My nails. Good morning. Good morning. എൻ്റെ വാതിലിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര അടുത്താണ്. അപ്പം നമ്മളുടെ മോർണിംഗ് ആയി. ബ്രഷ് ചെയ്തു. നമുക്ക് തുറന്ന് നോക്കിയാലോ. നമുക്ക് എവിടെ എത്തി നോക്കാം. നമ്മൾ നെല്ലൂർ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് വിജയവാഡയാണ്. നമ്മൾ അതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. ചായ എനിക്ക് വേണ്ട. കാരണം നമ്മൾ ചായ കുടിക്കില്ല. കാരണം എനിക്ക് ചായ ഇഷ്ടമല്ല. അതാണ്, വേറെ ഒന്നുമില്ല. എനിക്ക് ചായ ഇഷ്ടമല്ല. അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോസ് ചെയ്ത് വയ്ക്കാം. ഫുഡ് എടുത്തിട്ട് തരാം. പിന്നെ ഒരു കാര്യം, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ് കഴിച്ചത്. 1-ാം തീയതിയാണ്. അപ്പം ഞാൻ എൻ്റെ സൊസൈറ്റിയിൽ നിന്ന് ന്യൂ ഇയറിൻ്റെ സ്റ്റോറി ഉണ്ടാക്കാൻ മറന്നുപോയി.
ഞാൻ രാവിലെ തന്നെ എണീറ്റത് അയ്യോ സ്റ്റോണിലൊക്കെ പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോണിൻ്റെ കഴിഞ്ഞു. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ കുമ്പിട്ടിരുന്നപ്പം ഛർദ്ദിക്കാൻ വന്നു. അപ്പം ഞാൻ ബാത്റൂമിൽ പോയി. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ അതാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയത്. അപ്പം നമ്മൾ വേഗം നമുക്ക് ഫുഡ് കഴിക്കാം. ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു എ ഹാപ്പി 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 ന്യൂ ഇയർ. അപ്പം നമുക്ക് ഇങ്ങനെ ഈ തല ഈ വെള്ള കളറിലുള്ള വീഡിയോക്ക് ഒരു പേപ്പറിലാണ് തരാം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ എടുക്കും. എന്നിട്ട് ഞാൻ ആ പേപ്പർ ഇങ്ങനെ ഇതാണ് ആ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക. അപ്പം എന്താ ചേട്ടൻ്റെ ബെഡിലൊന്നും ആവില്ലല്ലോ. ചേട്ടൻ്റെ ബാക്കിൽ എഴുതുന്നുണ്ടോ ചേട്ടൻ്റെ മുഖം അങ്ങനെയൊക്കെ ഇതാണ്. ഉച്ചയാവാറായിണ്ടാവും. അപ്പം നമ്മൾ എങ്ങനെയുണ്ട് ട്രെയിനിലെ ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഉറങ്ങി. ഒന്നും കാര്യമായിട്ടുണ്ടായില്ല. ഞാൻ ഉറങ്ങി ഒരു 2 മണിയായപ്പോൾ ഞാൻ ഞെട്ടിയണി എന്താ വീണ ശബ്ദം ഞാൻ കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ എൻ്റെ ഫോണാണോ വീണത്. കാരണം ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പം അയ്യോ തേങ്ങ എൻ്റെ ഫോണാണോ വീണതെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് അന്ന് ഞാൻ ടോർച്ച് അടിച്ച് നോക്കി. അപ്പം എൻ്റെ ഫോണിൻ്റെ കയ്യിലില്ലല്ലോ. അപ്പം എൻ്റെ ഫോണല്ല ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിന്നെ ഞാൻ അത് എടുക്കാനായിട്ട് പോയപ്പോൾ മുകളിലത്തെ പോയി പറഞ്ഞു മേരെ ഫോൺ. അപ്പം ഞാൻ അപ്പം എനിക്ക് ഞാൻ കണ്ടു ഓക്കെ ഫോൺ. ഞാൻ ഫോണെടുത്ത് ബൈക്ക് പോകും. പിന്നെ എനിക്ക് പേടിയായി. തേങ്ങ എനിക്ക് ഉറങ്ങാൻ പേടിയായി. പിന്നെ ഞാൻ ഫോൺ വിളിച്ച് ജനിപ്പിച്ച് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി ന്യൂ ഇയർ ആയിട്ടുണ്ടായിരുന്നു. 2 മണി ആയിട്ട്. അല്ല ന്യൂ ഇയറിന് എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. അതെനിക്ക് ഓർമ്മയില്ല. എന്താ ഞാൻ ആദ്യം ഓർമ്മ. അപ്പം ട്രെയിനിലെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വലിയ ആയിട്ടൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യും? എനിക്ക് മടിയാവുന്നു. പബ്ലിക് ട്രെയിൻ വന്നു. മുട്ടുമായി ഇപ്പം എങ്ങനെ കാണാനോ മുട്ടുമാരി പോയില്ലേ. ഹേ പീപ്പിൾ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് വൈകുന്നേരമാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കായിരുന്നേ. പക്ഷേ വയ്യാണ്ട് എനിക്ക് ഫോൺ നോക്കാൻ പറ്റുന്നില്ല. വയ്യാണ്ടായി. അപ്പം ആദ്യം ഛർദ്ദിക്കാൻ വന്നു. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടന്നു. ദാറ്റ്സ് ദ അപ്ഡേറ്റ്. ഈ ഹെൽത്ത് അപ്പം ശരിയാവും. എവിടെ എത്തിയെന്നറിയോ? എവിടെ എത്തി കുട്ട? നമ്മളെവിടെ എത്തി? ഇറ്റ്സ് ഈവനിങ് റൈറ്റ്? ഓക്കെ. As my health was getting out of
ആസ് മൈ ഹെൽത്ത് വാസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പൈസ സേവ് ചെയ്തിട്ട് ഒരിക്കലും ഫുഡ് കഴിക്കേണ്ടത്. അപ്പം ഐ ഓർഡേർഡ് ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആൻഡ് ഇതിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ സോസ് ഉണ്ടായിരുന്നു. ഞാൻ സോസ് ഒഴിച്ചിട്ട് ഇപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ഫ്രൈഡ് റൈസ് ആണ്. ഒരു സമയം ഒരു ട്രെയിൻ ഡിലേ ആയി. അപ്പം ഒരു 10 മണിക്കാവാറായി. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാവാറായി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടത്തൊക്കെ നല്ല തണുപ്പാവും. തിങ് ഈസ് എൻ്റെ ജാക്കറ്റ് ഇരിക്കുന്നത് ഈ ബാഗിൻ്റെ ഉള്ളിലാണ്. ഞാനത് പുറത്തേക്കാക്കി വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറേ സാധനങ്ങൾ വെച്ചു. സോ ഇന്നത്തെ മെയിൻ ടാസ്ക്, കാരണം ഞാനിപ്പോൾ എത്തും ഒരു 12:50 എത്തും. ഇപ്പോൾ 9 സംതിങ് ആയിട്ട് ഞാൻ കുറച്ച് നേരം എത്തും. അപ്പോൾ കയ്യിലേക്ക് മുറിതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ പുറത്തിട്ടിട്ട് എൻ്റെ ജാക്കറ്റ് എടുക്കണം. ഞാൻ സാധനങ്ങളൊക്കെ തിരിച്ചതിനുള്ളിൽ പാക്ക് ചെയ്തും വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിട്ട് ഇവിടെ കിടക്കുകയാണ്. ഈ വ്ളോഗിൽ അധികം ഉണ്ടായില്ല, കാരണം പകുതി മുക്കാൽ സമയം ഞാൻ വയ്യാണ്ടായിട്ട് കിടക്കായിരുന്നു. സോ എണീക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ, അല്ലെങ്കിൽ ആദ്യം വയ്യാണ്ടാവും. സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇതാണ് എൻ്റെ ജാക്കറ്റ് കൈസ്. ഇത് ഞാൻ പുറത്തേക്ക് ബുദ്ധിമുട്ട്, ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പുറത്ത് തന്നെയായിരുന്നു. വേഗം എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റിയത് ഞാൻ എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാട്ടാ ഞാൻ എൻ്റെ ജാക്കറ്റ് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കുന്നത്. ഇതാണ് എൻ്റെ ജാക്കറ്റ്. കണ്ടോ എൻ്റെ ജാക്കറ്റ്, കണ്ടോ? നല്ല കംഫി ജാക്കറ്റാണ്. ഞാൻ പോയി പല്ലിച്ച് ഭക്ഷണം കഴിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ആദ്യം വയ്യാട്ടോ. ഞാൻ പല്ലേക്കാനായിട്ട് പുറത്ത് പോയി. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആഗ്രാകാണ്ട് എത്തണുള്ളൂ. അപ്പോഴേക്ക് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് എന്തായാലും നല്ല തണുപ്പുണ്ട്. വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് എനിക്ക് തണുപ്പ് എന്ന് പറയുന്നത്. എനിക്കത് ഇഷ്ടമില്ല. കാരണം പേടിയാണ് എനിക്ക് തണുപ്പ്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ.
കുറച്ച് ഇവിടെയും സാധനം എടുത്ത് വെച്ചെല്ലാം സെറ്റാക്കി സാധനം ഞാൻ പറഞ്ഞു അത് ചേട്ടനാണ്. എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് സോ ഹെവി. ഫിഗർ ഇറ്റ് ഔട്ട്. എങ്ങനെയെങ്കിലും ഈ വണ്ടി തന്നെ ഒന്നോർത്ത് പുറത്തേക്ക് ഇറങ്ങണം. എന്നെക്കൊണ്ട് പറ്റും. വിശക്കുണ്ട് എനിക്ക് നല്ലോണം. അപ്പോൾ ഒരു 2:22 എപ്പോഴാണ് 2:40 ഇവിടെ എത്തും. അപ്പം നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? എന്താ എനിക്ക് വയ്യ. എന്നാലും നമുക്കൊന്ന് ഉസാറാവാനായിട്ട് മാരായിട്ടും കൂട്ടാവാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തൊട്ട് ഇവിടെ വരെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് ഒരു ചേച്ചി ചേട്ടനും ഉണ്ണിയും അല്ലാണ്ട് എല്ലാവരും ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോൾ വേറെ ആൾക്കാരും ഓരോ സ്റ്റോപ്പ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആരും നിന്നിട്ടില്ല, ഈ ഇതിലുണ്ടായിട്ടില്ല. സോ അതാണ് പിന്നുള്ളത്. ഇനി ഈ ജേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയ്യാണ്ടായി എനിക്ക്. ഇത് കേൾക്കണ്ടോന്നും കൂടി എനിക്കറിയില്ല. പക്ഷെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കാണാനാണ്. ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ ഏതൊരു ഷെയ്ഡ് 42 ഡാസ്ലറിൻ്റെ 42 ആണ് ചെയ്തത്. ഞാനൊന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നത്, ഞാനത് ഉപയോഗിച്ചത് കഴിഞ്ഞു. ഞാനത് രണ്ടാമത് വാങ്ങിച്ചതാണ്. നല്ല ഷെയ്ഡല്ലേ, നല്ല ഷെയ്ഡല്ലേ. ഞാൻ ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. ശ്രദ്ധിക്കാൻ വരുന്നു എനിക്ക്. അയ്യോ, ഞാൻ ലിപ് ബാം ഇടാൻ മറന്നുപോയി. ഒന്നാമത് എൻ്റെ കയ്യിൽ സ്പേസും ഇല്ല. ഐബ്രോ കൂടി എഴുതി നിർത്താം. അയ്യോ, അതാണ് അങ്ങനെയുണ്ട് ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഈ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഡോണ്ട് നോ, ഐ ഫൈനലി ഗെറ്റ് ടു ഗോ ടു ഡൽഹി. ഈ ജേർണി ഭയങ്കര എനിക്ക് കുറേ ക്രീപ്പി വൈബ്സൊക്കെ കിട്ടിയായിരുന്നു. കാരണം ആൾക്കാരെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കണോണ്ടും പിന്നെ ഈ ജേർണിയുടെ ഇടയിൽ പോലീസുകാർ വന്നു. അപ്പം
പിന്നെ എനിക്ക് വയ്യാണ്ട് പോയി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചു ഫുഡ്. പിന്നെ സ്പേസും ഇല്ലാണ്ട് ഞാനൊരു വ്ളോഗ് എടുക്കും. ഇതെങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊന്നും കൂടി എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ വ്ളോഗ് എടുത്തു. എൻ്റെ നെയിൽസ് കണ്ടു. നെയിൽസ് ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഒരു തോര. കാണാൻ നെയിൽസ് കാണാൻ. ഇപ്പോഴും ഡൽഹിയിൽ ഞാൻ ഇതെങ്ങനെ കൊണ്ടുവരുന്നു, ഈ സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഇറങ്ങുന്നത് എനിക്കറിയില്ല. ഞാൻ ചാക്ക് കാണിച്ചു തരാം. നമ്മൾ എവിടെ വെച്ചിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ബാഗൊക്കെ എടുത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ വ്ളോഗും കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈ ഉണ്ടാവില്ല. കാരണം ഒരു കയ്യിൽ ബാഗ്, ഒരു കയ്യിൽ സഞ്ചിയൊക്കെ പിടിക്കണം. അപ്പം ഈ വ്ളോഗ് എടുക്കാൻ എൻ്റെ കയ്യിൽ കൈ ഉണ്ടാവില്ല. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ ആ വീട്ടിലെത്തിയെന്ന് പറയണം. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ജാക്കറ്റ് ഇട്ടിട്ടും വരാം, പിന്നെ എൻ്റെ വീട്ടിലെത്തിയിട്ടും വരാം. അപ്പം ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്. നമ്മൾ 2026 ആയി. അപ്പം നമ്മളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഈ ഇയർ നമ്മുടെ ഇയറാണ്. ഈ ഇയർ നമ്മുടെ ഇയറാണ്. ആൻഡ് നമ്മൾ ഈ ഇയർ റിച്ച് ആവും ഗൈസ്. നമ്മൾ മാനിഫെസ്റ്റിംഗ് നമ്മൾ ഈ ഇയർ റിച്ച് ആവും. നമുക്ക് ഫുൾ നമ്മൾ വർക്ക് ഓണാണ്. നമ്മൾ ഈ വർഷം എല്ലാ വർഷവും നമ്മൾ പണിയെടുക്കും. പക്ഷേ ഈ വർഷം നമ്മൾ കൂടുതൽ പണിയെടുക്കും. ആൻഡ് നമ്മൾ ഈ വർഷം എന്തായാലും അപ്പം അതാണ് നമ്മളുടെ ഈ വർഷം. അപ്പം 2026 ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. കുറേ വീഡിയോകൾ വരാനുണ്ട്, ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ വരും. ഇത് പക്ഷേ എൻ്റെ 2026 ഫസ്റ്റത്തെ വ്ളോഗായിരിക്കും. ഇത് ഞാൻ പറ്റുകയാണെങ്കിൽ നാളെ തന്നെ ഇടും, അല്ലെങ്കിൽ ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇടും, നാളെ പറ്റുകയാണെങ്കിൽ നാളെ തന്നെ ഇടും. അപ്പം ഞാൻ ഇവിടെ എത്തി, ഞാൻ ഇവിടെ ഇറങ്ങി. ഇതല്ല ബാഗിൽ പോകണമല്ല ട്രെയിൻ, അപ്പുറത്തെ ട്രെയിൻ. ഞാൻ ഇവിടെ എത്തി, ഞാൻ ഇറങ്ങി. ഇനി അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിടുന്നു. അവിടെ ഞാൻ വീട്ടിലേക്ക് വരാം. ഓക്കെ, ഊബർ കിട്ടി. ഡൽഹി കാണണം, പെട്ടെന്ന് കാണിച്ചു തരാം. ഇതാ ഡൽഹി. അന്നെ ഊബർ ചേട്ടൻ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. എനിക്കാണെങ്കിൽ വയ്യ, ഛർദ്ദിക്കാൻ വന്നെ. നമ്മളെ വിചാരിക്കും ഞാനെന്താ എപ്പോഴും വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. ഞാൻ ഈ റൂമിലെത്തിയിട്ട് വരാം. ഞാൻ അവിടെ എത്തി, റൂമിലെത്തി. നമ്മളെ ലൈറ്റ് ഇല്ലേ ഇവിടെ? കറണ്ട് ഇല്ലേ? കറണ്ടില്ല. അപ്പൊ ഞാൻ വീട്ടിലെത്തി.